കാറ്ററിംഗ് പണിക്ക് പോകണ എല്ലാവർക്കും ഈ അവസ്ഥ കിട്ടിയിട്ടുണ്ടാവട്ടെ. ഇത് വണ്ടി ഇപ്പൊ വരും പറഞ്ഞിട്ട് 1.5 മണിക്കൂറായി, ഇതുവരെ വണ്ടി വന്നിട്ട്. നമ്മളാണെങ്കിൽ ഇവിടെ കട്ട പോസ്റ്റും. അങ്ങനെ 2-2.5 മണിക്കൂർ കഴിഞ്ഞപ്പോ വണ്ടി വന്നു. റോട്ടിൽ കൂടെ ഏതോ നല്ല പെമ്പിള്ളേര് പോയിട്ടുണ്ട്. അപ്പോഴേക്ക് ആശാൻ കൂളിംഗ് ഗ്ലാസ് ഒക്കെ എടുത്ത് ആറ്റിറ്റ്യൂഡിൽ വണ്ടി ഓടിക്കും. വണ്ടിയുടെ ബാക്ക് നോക്കാൻ പറഞ്ഞു പോയി. ഒരു ആശാൻ നമുക്ക് ആളുടെ ബാക്കാട്ടാ കാണിച്ചു തരണേ. വയർപ്പിന്റെ അസുഖമുള്ളതുകൊണ്ട് നമ്മൾ പണിയെടുക്കാറില്ല. പിള്ളേരെ കൊണ്ട് പണിയെടുത്ത് നമ്മളിവിടെ വെറുതെ അപ്പോഴേക്ക് മാനേജർ തൂക്കി. അപ്പൊ നമ്മളെന്ത് ഒരു ഗ്യാസ് കുറ്റി അവിടെ അങ്ങോട്ട് കൊണ്ടുവച്ചു. ഞാനിവിടെ പണിയെടുത്തോണ്ടിരിക്കട്ടെ. പക്ഷെ ഞാനിവിടെ വെറുതെ ഏത് ഈ അച്ചാർ കൊണ്ട് വെച്ചാനായിട്ട് ഈ പറയണ മാനേജർ വരെ അവിടെ പണിയെടുക്കും. നമ്മളതിൽ നിന്നൊരു പഴം കിട്ടി ചാമ്പി. കാരണം നല്ല വിശപ്പുണ്ട്, രാവിലെ ഒന്നും കഴിച്ചില്ല. എല്ലാം കൂട്ടത്തിലും കാണില്ലേ മതിലൊക്കെ ഇടിച്ചു തീർപ്പിക്കുന്ന ഒരു ഡ്രൈവർ. മാനേജർ കൃത്യ ടൈമിൽ ഇടപെട്ട കാരണം മതില് പോയില്ല കേട്ടാ. ഇപ്പോഴും നമ്മള് പണിയെടുക്കണേട്ടാ. ഇവര് പണിയെടുക്കുന്നതൊക്കെ ഇങ്ങനെ കണ്ടു നിൽക്കാം. അവിടെ നിന്നപ്പോൾ ഈ പിള്ളേരുണ്ട്. എനിക്ക് തോന്നി ഇത്ര വേഗം വളരണ്ടായിരുന്നില്ല. ഇവരുടെ പ്രായത്തേക്ക് തിരിച്ചു പോകാൻ പറ്റോ. മുതലാളി ഇത് കാണുന്നിട്ട് ഇവരെ ജോലി ഇത് പിരിച്ചു വിടാട്ടാ. ആരും തെറ്റിദ്ധരിക്കരുതിട്ടാ. പള്ളിയിൽ അച്ഛന് കൊണ്ടുപോകണതാണ് ഇത്. ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ട്? അങ്ങനെ വേഗം യുദ്ധമൊക്കെ അങ്ങോട്ട് തീർത്ത് പണിയെടുക്കാൻ പോയിട്ടാ. ഇത് നിങ്ങൾ വിശ്വസിക്കുമെന്ന് അറിയില്ല. ഇതൊക്കെ കൊണ്ടുവച്ച ഞാനാണ്. അതിന്റെ ക്ഷീണാണ് നിങ്ങൾ എന്റെ മുഖത്ത് കാണുന്നത്. ഒന്ന് പിടിച്ചേ പോവൂ. ഞാൻ ഗീറിട്ടതല്ല, ഗീറ് വീണില്ലേ. ഞാൻ ഗീർമല്ല പിടിച്ച. അങ്ങനെയാട്ടാ ആള് വിചാരിക്കണം. അപ്പൊ ശരി കേട്ടാ.